കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം. ഉച്ചപൂജ തൊഴുതെത്തിയിട്ടോ ഞാൻ നല്ല സന്തോഷത്തിലാണ്. ഇന്ന് പൊന്നു ഗുരുവായൂരപ്പൻ ഉച്ചപൂജ കളഭാലങ്കാരം എല്ലാം ഭംഗിയായിട്ട് നടന്നു. പൊന്നു ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ, കൂടെ ഉണ്ടാവണേ. ഇന്നത്തെ കളഭാലങ്കാരം കാണാൻ നല്ല കൗതുകമുണ്ട്. നല്ല മുരളീധരനായിട്ട് കാല് പണച്ച് വെച്ച് മുരളീധരനായിട്ട് ഒന്ന് ശ്രീലകത്ത് പൊന്നുണ്ണി കണ്ണൻ നിൽക്കണേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. കുഞ്ഞിക്കാലുകൾ പണച്ച് വെച്ചിട്ടുണ്ട്. പണച്ച് വെച്ച രണ്ട് കാലുമില്ല പൊന്തളകൾ ചാർത്തിയിട്ടുണ്ട്. പട്ടുകോണം കൊടുത്തിട്ടുണ്ട്. കിങ്ങിണി കുമ്പേനോട് പറ്റി കിടക്കുന്നുണ്ട്. ഒരു മുല്ലപ്പൊട്ടുമാല ചാർത്തിയിട്ടുണ്ട് കഴുത്തിനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട്. കൈവളകൾ തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. രണ്ട് കൈയോടുകൂടി പൊന്നോടൊക്കെ ചുണ്ടോട് അടുപ്പിക്കാൻ പുറപ്പെടുകയാണ്. ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചുണ്ടിലേക്ക് എത്താറായി. അതിന് വേണുഗാനത്തിന് തയ്യാറായി നിൽക്കുന്ന ഒരു മുരളീധരനായിട്ട് തന്നെ ശ്രീലകത്ത് ആ മുരളി വായന തുടങ്ങാൻ പോവുകയാണ്. അതാ അങ്ങനെ രൂപത്തിലാണ് ചാർത്തിരിക്കുന്നത്. നല്ല കൗതുകം കാണാൻ. ഒരു മിണ്ടുമിണ്ടുക്കന്നെ ഉണ്ണി കണ്ടാൽ തന്നെ നല്ല സന്തോഷമാവും. നല്ല ഒതുങ്ങി നിന്ന് പാകത്തിന് വേണുഗാനം പൊഴിക്കാൻ തയ്യാറായിക്കണവർ ഉണ്ണിക്കണ്ണൻ. നല്ല ഭംഗിയാണ്. ചെവിയിൽ ചെവിപ്പൂക്കൾ ചാർത്തിയിട്ടുണ്ട്. ഈ ഓരോ ചെവിപ്പൂക്കളുടെ മുകളിലും ഒരു പൂക്കൾ ചാർത്തിയിട്ടുണ്ട്, സ്വർണ്ണപ്പൂക്കൾ. അങ്ങനെ രണ്ട് സ്വർണ്ണപ്പൂക്കൾ രണ്ട് ചെവിയിലും ആയിട്ട് അങ്ങനെ നെറ്റീമിലൊരു ഗോപീത്തിലകം ചാർത്തിയിട്ടുണ്ട്. പൊന്നിൻകിരീടം ചാർത്തിയിട്ടുണ്ട്. നല്ല മന്ദഹാസത്തോടുകൂടി തയ്യാറാവണം. ഇതാ ഞാൻ തുടങ്ങായി എന്നുള്ള ഭാവത്തോടുകൂടി അവിടക്കൊഴുകനെ ചുണ്ടോടടുപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഉണ്ണിക്കാണ്. നല്ല കൗതുകമായിട്ട് എല്ലാവരും വന്നിരുന്നോളൂ. എന്നുള്ള ഭാവത്തിലേ ആ ഒരു ആനന്ദക്കട്ടയായിട്ട് ഞാൻ നിൽക്കണം. നല്ല സന്തോഷമാണ് കണ്ടാൽ തന്നെ. എന്തൊരു ഭംഗിയറിയോ കാണാൻ. ആ കാല് പണച്ച് വെച്ചിട്ട് വീണ് ഗാനം പൊഴിക്കണം കാണാൻ നല്ല കൗതുകം. പൊന്നിൻകിരീടത്തിൻ്റെ മുകളിലതാ രണ്ട് മൂന്ന് തിരുമുടിമാലകൾ. വെളുത്ത പൂവിൻ്റെ മുകളിൽ തെച്ചിപ്പൂ കുറേശ്ശായിട്ട്, പിന്നെ വെളുത്ത പൂവ് മാത്രമായിട്ട്, പിന്നെ തെച്ചിപ്പൂ മാത്രമായിട്ട്, അങ്ങനെ മൂന്ന് തിരുമുടിമാലകൾ. കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ. ഒന്ന് വനമാലയാണ്, തെച്ചിയും തുളസിയായിട്ട് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല. മറ്റു ഉണ്ടമാല എങ്ങനെയാണെന്ന് വെച്ചാൽ വെളുത്ത പൂവ്, തെച്ചിപ്പൂവ്, തുളസിപ്പൂവ്, താമര, അങ്ങനെ ഇടകലർന്ന് നല്ല ഭംഗിയുള്ളൊരു ഉണ്ടമാല. അങ്ങനെ രണ്ട് ഉണ്ടമാലകളും മൂന്ന് തിരുമുടിമാലകൾ ചാർത്തിരിക്കുന്നത് ആ മുരളീധരന്. നല്ല കൗതുക കാണാൻ. നല്ല ഭംഗിയായിട്ട് വേണുഗാനം പൊഴിക്കാൻ എല്ലാവരും അത് ശ്രദ്ധം കേട്ടോളൂ എന്നുള്ള ഭാവാമുഖത്ത് അതിന് തയ്യാറായി നിൽക്കുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. ഈ തിരുമുടിമാലകളുടെ മുകളിൽ വിധാനമായിട്ട് 5-6 ഉണ്ടമാലകൾ. തെച്ചിയും തുളസിയും താമരയും തുളസിയായിട്ട് ഈ രണ്ടെണ്ണം. പിന്നെ കണ്ണന് പ്രിയപ്പെട്ട തുളസിപ്പൂ കൊണ്ടുള്ളത് 2 എണ്ണം. പിന്നെ 6 ഉണ്ടമാലകൾ വിധാനമായിട്ടും ചാർത്തിയുണ്ട്. ശ്രീലകത്തേക്ക് നോക്കിയാൽ നല്ല സന്തോഷമായി. ഈ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയൊക്കെ നടുവിൽ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പൻ വേണുഗാനം പൊഴിച്ച് മുരളീധരനായിട്ട് നിൽക്കണം. നല്ല കൗതുകത്തിൽ അതാ രസം. നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല പുഞ്ചിരി തൂക്കിയും കൊണ്ട് മുരളി വായിക്കാൻ തയ്യാറായി നിൽക്കണം ഉണ്ണിക്കണ്ണൻ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. വ്യോമത്തിലെല്ലായിടവും ദിനേശൻ വ്യത്യാസമില്ലാതെ എഴുന്നള്ളി, പക്ഷേ ദിക്ചക്രവാളത്തിനു മാത്രമേകി രാഗത്തഴപ്പായൊരനുഗ്രഹത്തെ എല്ലാതരം പ്രാണിയെയും കിടന്നു കൊള്ളാൻ ക്ഷണിച്ചങ്ങനെ ലോകനാഥൻ തന്മുന്നിൽ വിസ്താരിതമാക്കി വെച്ചോരുത്സംഗമേ നോക്കുപദാനമുള്ളൂ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ. ശ്രീലകത്തതാ പൊന്നു ഗുരുവായൂരപ്പൻ പൊന്നോടൊക്കെ വിളിച്ചിട്ട് വിളിക്കാൻ പുറപ്പെട്ടുകൊണ്ട് നിൽക്കണവരുണ്ടെ കാണാൻ. മന്ദഹാസത്തോട് കൂടിയിട്ടാണ് നിൽക്കണം. നല്ല കൗതുകമുണ്ട് കാണാൻ. നല്ല പുഞ്ചിരിയോട് കൂടി നിൽക്കണവരുണ്ടെ കാണാൻ. ചാർത്തിയത് കാണാൻ അത്ര കണ്ട് രസമുണ്ട്. അപ്പോൾ നമുക്ക് ആ പൊന്നുണ്ണി കണ്ണൻ്റെ തൃപ്പാദത്തിൽ വീണ് നമസ്കരിക്കാം. ആ പിണച്ചു വെച്ചിരിക്കുന്ന 2 തൃപ്പാദം മുറുകെ പിടിച്ച് ആ കണ്ണൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ആ നെന്തിരിയോടെ വെച്ച് അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് ഭക്തന്മാർ. അങ്ങനെ തയ്യാറായി നിൽക്കണം. ആ നെന്തിരിയോടെ തൃപ്പാദം മുറുകെ പിടിച്ച് തിരുമുഖം നോക്കി ഉറക്ക നാമം ജപിക്കാം. മന്ദസ്മിതത്തോടു കൂടി നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ടാണ് കണ്ണൻ ശ്രീലകത്ത് നിൽക്കണം കേട്ടോ. നാമം ജപിക്കില്ലേ നമുക്ക്? കണ്ണൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. നാരായണ 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 ഹരേ ഹരേ.